പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരായിരുന്നു ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു? സഹോദരിമാര് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് ബനു അദി ഗോത്രത്തിൽപ്പെട്ട ഖത്താബ് എന്ന് പേരുള്ള ഹൻതമ എന്ന് പേരുള്ള രണ്ട് ദമ്പതിമാരുടെ മകനായി ജനിച്ച ആളാണ്. ഖത്താബ് എന്നാണ് ഉമർ തങ്ങളുടെ വാപ്പയുടെ പേര്, ഉമ്മയുടെ പേര് ഹൻതമ എന്നാണ്. അവര് ബനു അദി ഗോത്രമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ലജ്നാൻ മലമടക്കുകളിൽ വാപ്പ ഖത്താബിന്റെ ഒട്ടകങ്ങളെ തെളിച്ച് നടന്നിരുന്ന, ആട്ടിൻപറ്റങ്ങളെ തെളിച്ച് നടന്നിരുന്ന ഒരു ആട്ടിടയനായിരുന്നു, ഒരു ആട്ടിടയനായ ബാലനായിരുന്നു ഉമർ എന്ന് പറയുന്നയാള്. യുവാവായി മാറിയപ്പോൾ ആട്ടിടയനായിരുന്ന ആ ബാല്യകാലത്തെ നൊമ്പരങ്ങളും പട്ടിണിയും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ യുവത്വത്തിലേക്ക് കാലെടുത്തു വെച്ച ഉമർ എന്ന് പറയുന്ന വ്യക്തി സിറിയയിലെയും യമനിന്റെയും ഒരുപാട് പ്രാന്തപ്രദേശങ്ങളിലെ പട്ടുവസ്ത്ര വ്യാപാരിയായി മാറി. അദ്ദേഹം വലിയ വ്യാപാരിയായി മാറി. മാത്രവുമല്ല, അദ്ദേഹം യുവത്വത്തിന്റെ ആ ഒരു പ്രസരിപ്പിൽ തന്നെ നാട്ടിലെ പ്രമുഖമായ ഒരു മാർക്കറ്റാണ്, ഒരു ചന്തയാണ് ഉക്കാല ചന്ത എന്ന് പറയുന്നത്. ആ ഉക്കാല ചന്തയുടെ ലീഡറായി ഉമർ റളിയല്ലാഹു അൻഹു മാറുകയാണ്. അപ്പോ ഒരു ചന്ത, ഒരു മാർക്കറ്റ് നേതൃത്വം നൽകി അതിനെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ തന്റേടിയാണെങ്കിൽ, ഒരു വലിയ ചങ്കൂറ്റമുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ സാമർഥ്യമുള്ള ആളാണെങ്കിൽ മാത്രമേ ഒരു ചന്തയുടെ, ഒരു മാർക്കറ്റിന്റെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കാൻ പറ്റൂ. അപ്പൊ ചെറിയ പ്രായത്തിൽ ആട്ടിടയനായിരുന്നു, യുവാവായപ്പോൾ പട്ടുവസ്ത്ര വ്യാപാരിയായി. അത് കഴിഞ്ഞ് ആ യുവത്വത്തിന്റെ പ്രതീകമായിരിക്കുമ്പോൾ തന്നെ ഉക്കാല ചന്തയുടെ അധിപനായി മാറിയ ഖത്താബിന്റെയും ഹൻതമയുടെയും മകനായി ബനു അദി ഗോത്രത്തിൽ ജനിച്ച മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അവസാനം ആരായി മാറി? അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹു ആരായി മാറി? ഞാൻ എന്റെ വിഷയം ആരംഭിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിനോടൊപ്പം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? എന്ത് വാക്കാണ്? അബൂബക്കർ. നിങ്ങൾ പറയും അബൂബക്കർ. ഞാൻ പറയുന്ന മലയാളം മനസ്സിലാവുന്ന, തമിഴ് എനിക്ക് അറിഞ്ഞൂടാ. അബൂബക്കർ എന്ന് പറഞ്ഞിട്ട് ബാക്കി സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബീ താലിബ്. എന്നാൽ ഉമർ ബിൻ ഖത്താബ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഉമർ തങ്ങളുടെ പേരിൽ മറ്റൊരു പേര് കൂടി പറയാറുണ്ട്, ഉമറുൽ ഫാറൂഖ്. ഈ ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന ഈ ഒരു പേര് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ഈ ഫാറൂഖ് എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ അതിന്റെ ആശയമുള്ളത് 3 വസ്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ. 3 വസ്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ. അത് ഒന്ന് ഒരു മനുഷ്യനാണ്, മറ്റൊന്ന് ഒരു ഗ്രന്ഥമാണ്, പിന്നെ മറ്റൊന്നൊരു ദിവസമാണ്. ഫാറൂഖ് എന്ന് പറഞ്ഞ സത്യാസത്യ വിവേചനം, സത്യമേത് അസത്യമേത്, ധർമ്മമേത് അധർമ്മമേത്, നീതി എന്ത് അനീതി എന്ത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഫാറൂഖ് എന്ന് പറയുന്നത്. ഈ ഫാറൂഖ് എന്ന് പറയുന്ന വേർഡ് ഇസ്ലാമിക ചരിത്രത്തിൽ 3 പേർക്ക് മാത്രമേ ഉള്ളൂ. ഒന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്. രണ്ടാമത്തേത് ഒരു ഗ്രന്ഥത്തിനാണ്. അതേത് ഗ്രന്ഥമാണ്? വിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു പേര് ഫുർഖാനുൽ അലീം എന്നാണ്. സത്യവും അസത്യവും വേർതിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തിന് ആ ഒരു പേര് കിട്ടി. എന്നാൽ മറ്റൊരു ദിവസത്തിന് കൂടി ആ പേരുണ്ട്. അതേത് ദിവസമാണെന്നറിയോ? സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കിയ ഒരു ദിവസമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. അതേത് ദിവസമാണ്? ആ ദിവസമാണ്
നമുക്ക് നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്. ആ ദിവസമാണ് സഹോദരിമാർക്ക് ഹിജാബ് ധരിക്കാൻ, സഹോദരിമാർക്ക് പർദ്ദയിടാൻ, സഹോദരിമാർക്ക് നാണം മറച്ചു നടക്കാൻ, സഹോദരങ്ങൾക്ക് നമസ്കരിക്കാൻ, തൊപ്പി വെക്കാൻ, ദാടി വെക്കാൻ, കണ്ണങ്കാലിന് മുകളിൽ മുണ്ടുടുക്കാൻ, അള്ളാഹുവിൽ നിന്ന് നമുക്ക് അനുവദിക്കപ്പെട്ട മുഴുവൻ ദീനിയായ വിഷയങ്ങളും ചങ്കൂട്ടത്തോടുകൂടി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് ആ ഒരു ദിവസമാണ്. ആ ദിവസത്തിന്റെ പേര് യൗമുൽ ഫുർഖാൻ എന്നാണ്. അത് ബദർ ദിനമാണ്. ആ ബദർ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇന്നിങ്ങനെ ഈ പറയപ്പെടുന്ന കടയാലുമൂട് എന്ന തമിഴ്നാട്ടിലെ ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ഈ കടയാലുമൂട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഈ തൈക്കാപ്പള്ളിയോട് ചാരത്ത് നമ്മൾ വന്ന് ഇരിക്കുന്നത്, നമ്മൾ പ്രസംഗിക്കുന്നത്, നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നത്, ഇതിനൊക്കെ കാരണക്കാർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി പടപൊരുതിയ ബദരീങ്ങളാണ്. അവർ യുദ്ധം ചെയ്ത ദിവസത്തിന്റെ പേര് യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിനം. അപ്പോ ബദർ ദിനത്തിന്റെ അന്ന് ആ പേര് കിട്ടി, വിശുദ്ധ ഖുർആൻ ആ പേര് കിട്ടി. പിന്നെ ആ പേര് കിട്ടിയത് ആർക്കാ? സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. സത്യവും അസത്യവും വേർതിരിച്ചിരുന്ന, സത്യമെന്താണ് അസത്യമെന്താണെന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത, ഏതാണ് സത്യം ഏതാണ് അസത്യമെന്ന് യാതൊരു മടിയും കൂടാതെ ആളുകളുടെ മുമ്പിൽ വെട്ടിത്തുറന്നു പറയാനുള്ള ചങ്കൂറ്റത്തിന്റെ പേരേതാ? സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഉമറു മഈ വ അന മഅ ഉമർ വൽ ഹഖ് മഅ ഉമർ ഹൈസു കാൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉമറു മഈ, ഉമർ എന്നോടൊപ്പമാണ്, ഉമർ എന്നോടൊപ്പമാണ്. ആരാണിത് പറയുന്നത്? നമ്മളെല്ലാം കൊതിച്ചു പോകും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തം നണയാ, അവിടത്തെയുടെ സ്നേഹമൊന്നു ലഭിക്കാ, അവിടത്തെയുടെ താല്പര്യത്തിനൊത്തൊന്ന് ജീവിക്കാ, അവിടത്തെയോടൊപ്പം ഒരു സെക്കൻഡെങ്കിലും ഒന്ന് കഴിയാ നമ്മൾ കൊതിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉമറു മഈ, ഉമർ എന്നോടൊപ്പമാണ്, ഉമർ എന്നോടൊപ്പമാണ്. വഅന മഅ ഉമർ, ഞാൻ ഉമറിനോടൊപ്പമാണ്. സുബ്ഹാനല്ലാഹ്, ഇതിലും വലിയ സർട്ടിഫിക്കറ്റ് വേറെ വേണോ? ലജ്നാന് മലമടക്കുകൾ ആട്ടിൻപറ്റങ്ങളെ തെളിച്ചു നടന്നിരുന്ന ഉമറേ, ഖത്താബിന്റെ ഹംദമയുടെ മകനായി ജനിച്ച ഉമറേ, ബനൂ അദി ഗോത്രത്തിൽ പിറന്ന കുഞ്ഞേ ഉമറേ, ഉമറേ, നിനക്ക് അല്ലാഹു തന്ന ഭാഗ്യം എത്ര വലുതാണ്. ഒരു കാലഘട്ടത്തിൽ യമനിന്റെയും സിറിയയുടെയും പട്ടുവസ്ത്ര വ്യാപാരിയായി മാറിയ, അവസാനം കാല ചന്തയുടെ അധിപനായി മാറിയ ഈ പറയപ്പെടുന്ന ഖത്താബിന്റെ മകനായ ഉമറുണ്ടല്ലോ, ആ ഉമറദാ അല്ലാഹുവിന്റെ റസൂലിന്റെ സർട്ടിഫിക്കറ്റിന് കരസ്ഥമാക്കാനുള്ള ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്തുകയാണ്. അതാണ് റസൂലുള്ള പറഞ്ഞത്, ഉമറു മഈ വ അന മഅ ഉമർ, ഉമർ എന്നോടൊപ്പമാണ്, ഞാൻ ഉമറിനോടൊപ്പമാണ്. വൽ ഹഖു മഅ ഉമർ ഹൈസു കാൻ, ഉമറിനോടൊപ്പമാണ് സത്യമുള്ളത്. അത് എവിടെയാണെങ്കിലും ശരി, ഉമർ എവിടെയാണെങ്കിലും സത്യം ഉമറിനോടൊപ്പമാണ്. ആ സത്യത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ഉമർ എന്ന് പറഞ്ഞാൽ ആ പേരല്ലയോ ഉമറുൽ ഫാറൂഖ്. അസത്യത്തിന്റെ വക്താക്കളെ സത്യത്തിന്റെ സന്ദേശം ഓടിക്കൊടുത്ത ഉമർ തങ്ങളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരിക്കൽ അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയുമ്പോ, ഉമർ തങ്ങളെ പറ്റിയിട്ട് പ്രസംഗിക്കുമ്പോ, ഉമർ തങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. നമ്മൾ അറിയുന്നത് പോലെ ദാറുൻ നദവയുടെ ക്യാബിനറ്റ് യോഗത്തിൽ വെച്ച് ആരടാ മുഹമ്മദിനെ കൊല്ലുന്നതെന്ന് ചോദിച്ചപ്പോ, ഞാനടാ മുഹമ്മദിനെ കൊല്ലുന്നത് എന്ന് പറഞ്ഞ് ഊരിപ്പിടിച്ച വാളുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ശിരസെടുക്കാൻ, തലയെടുക്കാൻ പാഞ്ഞെടുത്ത ഖത്താബിന്റെ മകൻ ഉമർ ഉണ്ടല്ലോ. ആ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയൊരു ചരിത്രം നിങ്ങൾ കേട്ടോ. ഒരു ദിവസം റസൂലുള്ളാഹിന്റെ മുന്നിൽ ജിബ്രീൽ കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട്
ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആകാശ ലോകത്ത് മലായിക്കത്തുകളുടെ ലോകത്തിന് വലിയ ഉത്സവമാണ് നബിയേ. ഇന്ന് മലായിക്കത്തുകൾക്ക് സന്തോഷത്തിന്റെ ദിനമാണ്. ഇന്ന് മലായിക്കത്തിന്റെ ലോകത്ത് ഉത്സവ ലഹരിയാണ് നബിയേ. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാ, ഇസ്തബ്ശറ അഹ്ലുസ് സമാഇ ബി ഇസ്ലാമി ഉമർ ബിനുൽ ഖത്താബ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ അല്ലാഹുവിന്റെ മാലാഖമാരുടെ ലോകത്ത് വലിയ സന്തോഷമാണത്രേ. സഹോദരങ്ങളെ, സന്തോഷത്തിന്റെ ലഹരിയിലാണ്, ആനന്ദ തുന്തിലരാണ്. എന്താണ് കാരണമെന്നറിയോ? ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മലായിക്കത്തുകൾക്ക് സന്തോഷത്തിന്റെ കാരണമാണ്. അവര് വലിയ സന്തോഷത്തിലാണ്, വലിയ ആനന്ദത്തിലാണ്. കാരണമെന്ത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ സന്തതിയായി മാറുകയാ. പൊന്നാന നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ ബി ഉമറൈൻ. രണ്ട് ഉമറിൽ ഏതെങ്കിലും ഒരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ അല്ലാഹ്, ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ആ രണ്ട് ഉമറാദ ആരാണ്? ഒന്ന് ഖത്താബിന്റെ മകൻ ഉമറ, മറ്റൊന്ന് അബൂജഹല. അല്ലാഹു ആരെയാ തെരഞ്ഞെടുത്തത്? അബൂജഹലിലൂടെ ഇസ്ലാമിനെ അല്ലാഹ് ശക്തിപ്പെടുത്തിയില്ല. പിന്നെ ആരിലൂടെയാണ് ഇസ്ലാമിനെ അല്ലാഹ് ശക്തിപ്പെടുത്തിയത്? അത് ഖത്താബിന്റെ മകൻ ഹംദമയുടെ മകനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ് ഇസ്ലാമിനെ അല്ലാഹ് ശക്തിപ്പെടുത്തിയത്. അതുകൊണ്ട് കടയാലും മൂട്ടിലെ എന്റെ പ്രിയപ്പെട്ട സംഘാടകര് തെരഞ്ഞെടുത്ത വിഷയം മോശമല്ല. പ്രത്യേകിച്ച് 2021 അവസാനിച്ച് 2022 ഏതാനും മണിക്കൂറിന്റെ ഉള്ളിൽ പിറക്കാൻ പോകുമ്പോ സഹോദരങ്ങളെ, ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു ജില്ലയായ കന്യാകുമാരി ജില്ലയിലെ ഈ പറയുന്ന കടയാലുമൂടെന്ന് പറയുന്ന പ്രദേശത്ത് ഒരുമിച്ച് കൂടുമ്പോ സഹോദരങ്ങളെ ചിന്തിക്കണേ, ഇവിടെ നമ്മൾ ഉമറിനെ പറ്റി പറയുന്നത് ഒരിക്കലും അപ്രസക്തമല്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു സത്യത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പടപൊരുതിയാളാ. ഉമർ തങ്ങൾ എവിടെയാണെങ്കിലും സത്യം ഉമർ തങ്ങളോടൊപ്പമാ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. വേറെ ആരുടെയും ഇസ്ലാം ആശ്ലേഷണത്തിൽ മലായിക്കത്തുകൾ സന്തോഷിച്ചിട്ടില്ല. ഉണ്ടോ? എത്ര പേര് ഇസ്ലാമിലേക്ക് വന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ, ആദ്യത്തെ മുസ്ലിമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ, എന്തേ നിന്റെ കൂട്ടുകാരന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, എന്തു പറ്റി? അദ്ദേഹം ദൂതനാണ്, അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണെന്നൊക്കെ പറയുകയാണല്ലോ. അപ്പൊ ചോദിച്ചു, എന്റെ ഹബീബ് അങ്ങനെ അത് പറഞ്ഞു. നിങ്ങൾ കേട്ടോ? കേട്ടു എന്നാ ഞാനിതാ വിശ്വസിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു തടസ്സങ്ങളില്ലാതെ, ഒരു മിനിറ്റ് ഒന്ന് പെൻഡിങ്ങിൽ വെക്കാതെ ആ സെക്കൻഡിൽ മുസ്ലിമായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണത്തിന്റെ പേരിൽ മലായിക്കത്തുകൾ ഇത്രത്തോളം സന്തോഷിച്ചില്ല. പിന്നെ ആരുടെ ഇസ്ലാം ആശ്ലേഷണത്തിലാ അള്ളാഹുവിന്റെ മാലാഖമാർ, ആകാശ ലോകത്തുള്ള അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ സന്തോഷിച്ചത്? ആകാശത്തിന്റെ ചുവട്ടിൽ, ഭൂമിയുടെ മുകളിൽ ഒരു വ്യക്തിത്വം ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ, ഇസ്ലാമിന്റെ അനുയായിയായപ്പോൾ, ആ ഇസ്ലാമിന്റെ അനുയായിയായതിന്റെ പേരിൽ വാനലോകത്തുള്ള പാരാവാരം പോലെയുള്ള മാലാഖമാര് മുഴുവനും ആനന്ദത്തിൽ നൃത്തമാടി, സന്തോഷ പുളകിതരായി, ആനന്ദ തുന്തിലരായി, സന്തോഷത്തിന്റെ ലഹരിയിലായി, ഉത്സവ ലഹരിയിലായത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോഴാണ്. മോശക്കാരനാണോ? ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, അന്ത്യപ്രവാചകനാരാ? ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ഇനി ആരെങ്കിലും ഞാൻ അന്ത്യദൂതനാണെന്ന് പറഞ്ഞ് വരുന്നവനെ അപ്പാടെ നമ്മൾ പിടിച്ചിട്ട് കയ്യും കാലം കെട്ടി നേരെ കൊണ്ടുപോകണ ഊളംപാറയിലേക്ക്. നീ എത്ര വലിയ കാളിയാണെങ്കിലും, എത്ര വലിയ ദാടി ഉണ്ടെങ്കിലും, എത്ര വലിയ പച്ച കുപ്പായം ഉണ്ടെങ്കിലും, ഇനി എത്ര വലിയ നിസ്കാര തഴമ്പുണ്ടെങ്കിലും, ഞാൻ പ്രവാചകനാണെന്ന് പറയുന്നവന്റെ കയ്യും കാലും ചങ്ങലയ്ക്ക് തന്നെ ഇടണം. കാരണം അവന്റെ അസുഖം ചെറുതല്ല. അതുകൊണ്ട് നന്നായിട്ട് കെട്ടിപ്പൂട്ടി ഒന്നുകിൽ കോഴിക്കോട് കുതിരവട്ടത്തോ ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഊളംപാറയിലോ അഡ്മിറ്റ് ചെയ്യണം. നന്നായിട്ട് ഷോക്ക് കൊടുത്താ പോരാ, KV ലൈനിൽ നിന്ന് വയറ് പിടിച്ച് കണക്ഷൻ കൊടുത്തിട്ട് അവന് നല്ല കറണ്ട് തന്നെ അടുപ്പിക്കേണ്ടി വരും. ആരും അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞ് ഇനി വരാൻ പാടില്ല, വരില്ല. അന്ത്യപ്രവാചകൻ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി ഒരു പ്രവാചകൻ വരാനില്ല, ഇനി ഒരു പ്രവാചകൻ നമുക്ക് വരാനില്ല. മുസൈലിമത്തുൽ കദ്ദാബ് വന്നു.
ഞാൻ അന്ത്യപ്രവാചകനാന്ന് പറഞ്ഞിട്ട് ആളുകൾ പുച്ഛിച്ച് തള്ളി. അങ്ങനെ ഒരുപാട് ആളുകൾ വന്നു ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോ അവരെയൊക്കെ അൻസി വന്നു. ഇതൊക്കെ ആളുകൾ പുച്ഛിച്ച് തള്ളി. ജനങ്ങൾ അവരെയൊക്കെ കാലുമടക്കി അവരെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് അവസാന പ്രവാചകനാണ്. ആ പ്രവാചകൻ എന്താ പറഞ്ഞെന്നറിയോ? ലൗലം മുബഅസ് ഫീകും ലബുഇസ ഫീകും ഉമർ. ഞാൻ നിങ്ങൾക്ക് അന്ത്യദൂതനായി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അന്ത്യപ്രവാചകനായിട്ട് വരാനുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതപ്പുറം ഇനി ഒന്നും വിവരിക്കണ്ട. ഇനി ഇതിനപ്പുറത്ത് ഒന്നും ഉമർ തങ്ങളെ പറ്റി പറയണ്ട. അവസാന പ്രവാചകനായി മുഹമ്മദ് നബി അല്ല വന്നതെങ്കിൽ, മുഹമ്മദ് നബി അവസാന പ്രവാചകൻ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കിനി അവസാന പ്രവാചകനായി വരേണ്ടത് അത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞത് തന്നെ മുസ്തഫ നബിയാണ്. അപ്പൊ അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും കൂടുതൽ മഹത്വത്തിന്റെ ഉടമയായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ വിഷയമാണ് നിങ്ങൾ എനിക്ക് പറയാൻ വേണ്ടി തന്നത്. എന്തായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 മണിക്ക് മുമ്പ് കർഫ്യൂ ആണ്. 10 മണി മുതൽ കർഫ്യൂ തുടങ്ങുകയാണ്. അപ്പോ എന്തായിരുന്നാലും ഇന്നലെ തൃശ്ശൂർ ജില്ലയിലായിരുന്നു പ്രസംഗം. കർഫ്യൂ എന്ന് പറഞ്ഞിട്ട് നേരത്തെ 9:45 വാഴ നിർത്തിയിട്ട് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ 6-7 മണിക്കൂർ എടുക്കേണ്ടി വന്നു. കാരണം റോട്ടിൽ ഇറങ്ങാൻ വയ്യ, വാഹനങ്ങളുടെ ബഹളം. എന്താ കാരണം? എന്ത് കർഫ്യൂ? ഒരു കർഫ്യൂ ഇല്ല. പക്ഷെ അതുപോലെ ആയിരിക്കില്ല ഇന്ന് ഒരുപക്ഷെ ഇന്നത്തെ പാതിരാത്രിയിൽ എല്ലാം ഹലാലായി, എല്ലാം അനുവദിക്കപ്പെട്ട് ഈ രാത്രിയിൽ 12 മണി ആകാൻ പോകുന്ന 11:58 ആകുമ്പോൾ, അല്ലെങ്കിൽ 11:59 ആകുമ്പോൾ ലൈറ്റ് ഒക്കെ അണച്ചിട്ട് 12 മണിയിലേക്ക് പ്രവേശിക്കുമ്പോ, പുതുവർഷ പുലരിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ പലരുടെയും ഉടുതുണി പോലും കാണൂല. കാരണം അകത്ത് കിടക്കുന്നത് അത്ര ഐറ്റമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു പുതുവർഷ പുലരിയെ സ്വീകരിക്കുന്ന രാത്രി ആയതുകൊണ്ട് അത് ഭയങ്കര ബറക്കത്തുള്ള രാവാണെന്നൊക്കെ കരുതി പലരും അങ്ങനെയൊക്കെ നമ്മുടെ സമുദായത്തിലെ ആളുകളൊക്കെ പോകുന്നുണ്ട്. എന്തായിരുന്നാലും അൽഹംദുലില്ലാ ഈ ഇരിക്കുന്ന ഇത്രയും ആളുകൾ രക്ഷപ്പെട്ടു. അള്ളാഹു ഇങ്ങനെ തന്നെ മരിക്കുന്നത് വരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇതുപോലെ മരിക്കുന്നത് വരെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കാരണം എന്തെന്നറിയോ? ഈ സമയത്ത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അവര് ഒരു ബോധവുമില്ലാതെ പല സ്ഥലങ്ങളിലും നിൽക്കുകയാണ്. കാരണം ഇന്നത്തെ ഒരു ആഘോഷം അവരുടെ ജീവിതത്തിലെ വല്ലാത്തൊരു ആഘോഷമാണ്. കഴിഞ്ഞ 2 വർഷവും ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റിയില്ല. ഇതൊക്കെ ഒന്ന് തുറന്നു കിട്ടിയ ആദ്യത്തെ ആഘോഷമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ വകഭേദം വന്ന് പലതും കയറി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത വർഷവും ഇനി പറ്റുമെന്ന് അറിയില്ല. അപ്പൊ കിട്ടുന്ന ആയുസിൽ ഇപ്പോൾ തന്നെ അങ്ങ് ചെയ്യാന്നും പറഞ്ഞ് അത്രയും ബറക്കത്തുള്ള ഒരു കാര്യം ആയതുകൊണ്ട് പലരും പോയിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് അതൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യമല്ല. ഇതാണ് വലിയ കാര്യമെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്ന നിങ്ങളെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് സർവ്വ അനുഗ്രഹങ്ങളുടെയും വാതിലുകൾ അത് തുറന്നു തരട്ടെ. പക്ഷെ 10 മണിക്ക് തീരുമ്പോ ഓടരുത്. അതും കൂടെ ഉണ്ട്. 10 മണി കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ പിന്നെ കിടക്കുക. അപ്പൊ ഓടിക്കളയരുത്. നിങ്ങൾ നേരെ വീട്ടിൽ തന്നെ പോകണം. വീട്ടിൽ പോയി ഇന്ന് രാത്രി പ്രത്യേക ഇബാദത്തൊന്നും ഇല്ല, അങ്ങനെ ആരും ധരിക്കരുത്. അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഇന്ന് രാത്രി ചെല്ലാനുള്ള ദിക്ർ ഏതാ ഉസ്താദേ? ചില ആൾക്കാർ ചോദിക്കുക, ഇന്ന് 31 ഇന്ന് രാത്രി ചെല്ലാനുള്ള ദിക്ർ ഏതാ? ഇന്ന് രാത്രി ഒന്നുമില്ല, മര്യാദ കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി, അത് തന്നെ ദിക്ർ. ഇന്ന് ഒരു ഒറ്റ ദുആയും ഇല്ല അന്നത്തെ രാത്രിയിൽ. ഇത് ഈ ഡിസംബർ ഉണ്ടാക്കിയത് മനുഷ്യനാണ്. ഇത് നിങ്ങൾ നോക്ക്, ഏപ്രിൽ, ഫെബ്രുവരി, മെയ്, ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഇതൊക്കെ ഓരോ രാജാക്കന്മാരുടെ പേരാ. റോമിലെ രാജാക്കന്മാരുടെ പേരാ. ഇതൊക്കെ റോമിലെ രാജാക്കന്മാരുടെ പേരാണ്. അഗസ്റ്റിൻ എന്ന് പറയുന്ന രാജാവിന്റെ പേരാ. ഈ രാജാക്കന്മാരുടെ പേരിലാണ് ഈ 12 മാസം അറിയപ്പെടുന്നത്. ഇത് മനുഷ്യനിർമ്മിതമാണ്. പിന്നെ മലയാള മാസം ഇല്ലേ? തമിഴ്നാട്ടിലുണ്ടല്ലോ അല്ലേ? തമിഴ് പുത്താണ്ടോ? എന്താ മാസത്തിന്റെ പേര്? തൈ അല്ലേ? തൈ. പിന്നെന്താണ്? തൈ പുത്താണ്ട്. എത്ര 12 മാസം പേരുണ്ട്? 12 മാസത്തിനും തമിഴിൽ പേരുണ്ട്. അതെനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. മലയാളത്തില് കുംഭം, മീനം, മേടം എന്ന് പറഞ്ഞിട്ട് മലയാളത്തില് മാസങ്ങളുണ്ട്. ഇതിന് കൊല്ല വർഷം എന്നാണ് പറയുന്നത്. കൊല്ലത്ത് വെച്ചാണ്
നമ്മുടെ ഉസ്താദിന്റെ നാട്ടിൽ വെച്ചാണ് ഈ മലയാള മാസങ്ങൾക്ക് അന്നത്തെ രാജാക്കന്മാർ ജന്മം കൊടുത്തത്. ഇത് ചരിത്രമാണ്. അപ്പൊ കുംഭം, മീനം, മേടം, വൃശ്ചികം, ധനു, മകരം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന മലയാള മാസങ്ങൾ അതിന് ജന്മം കൊടുത്തത് കൊല്ലത്ത് വെച്ചാണ്. അതുകൊണ്ടാണ് കൊല്ലവർഷം എന്നതിനെ പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷ് മാസം ജനുവരി, ഫെബ്രുവരി തുടങ്ങുന്ന മാസങ്ങൾ ആര് നിർമ്മിച്ചു? റോമിലെ രാജാക്കന്മാർ നിർമ്മിച്ചു. ഈ പറയുന്ന മലയാളത്തിലെ മാസങ്ങൾ മലയാളത്തിലെ കൊല്ലത്ത് വെച്ച് നിർമ്മിച്ചു. ഈ തമിഴില് ഈ പറയപ്പെടുന്നത് തമിഴ്നാട്ടിൽ എവിടെ വെച്ചുണ്ടായിരിക്കും. അത് ഏതായിരുന്നാലും പോട്ടെ, അത് കൂടി നമുക്ക് പഠിച്ചിട്ട് പിന്നെ പറയാം. തമിഴ്നാട്ടിലെ ഈ മാസങ്ങൾക്ക് ഖിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, റിവായത്തുകൾ ഒരുപാടുള്ളത് കൊണ്ടാവാം. ഏതായിരുന്നാലും അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. പക്ഷേ തമിഴ്നാട്ടിലും മലയാളത്തിലും അമേരിക്കയിലും ഏത് ലോകത്തും എവിടെയുമുള്ള 12 മാസങ്ങളുടെ പേരുണ്ട്. അതേതെന്നറിയോ? അതേതാ? ലോകമാസകലമുള്ള പടച്ചോരുണ്ടാക്കിയ 12 പേരുണ്ട്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ 12 മാസങ്ങൾ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖ സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ അല്ലാഹു 12 മാസങ്ങൾക്ക് ജന്മം കൊടുത്തു. അത് തമിഴ്നാട്ടിലെ പ്രത്യേക തമിഴ് മാസങ്ങളല്ല, മലയാളത്തിലെ മലയാള മാസങ്ങളല്ല, ഇംഗ്ലീഷിലെ റോമൻ രാജാക്കന്മാരുടെ പേരിലുള്ള ഇംഗ്ലീഷ് മാസമല്ല, അത് അറബി മാസമാണ്. ഒരു പെണ്ണ് എഴുതിയിരിക്കേണ്ടത് അറബി മാസം നോക്കിയിട്ടാ. നമ്മുടെ വാപ്പാള ആണ്ട് വെക്കേണ്ടത് അറബി മാസം നോക്കിയിട്ടാ. ഇന്നും മലയാളത്തില് കേരളത്തിലെ പല മക്കാമുകളും വലിയ വലിയ മഹാന്മാരടങ്ങിയിരിക്കുന്ന മക്കാമുകളിലും കുംഭം 7, മീന 8, വൃശ്ചികം 13, ധനു 28. എന്തിനാ ഇങ്ങനെ മലയാളം പഠിക്കുന്നേ? അറബി ഇല്ലേ? അത് അറബി മുസ്ലിങ്ങളുടെ മുസ്ലിം സമുദായത്തിന്റെ വിഷയങ്ങൾ നോക്കാൻ വേണ്ടി അള്ളാഹു തന്നതാണ് അറബി. റമളാൻ 1-നെ നോമ്പ് പിടിക്കാവൂ. കഴിഞ്ഞ വർഷം മെയ് 10-നായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം മെയ് 10-ന് റമളാന്റെ നോമ്പ് പിടിക്കുന്നു പറഞ്ഞാൽ ശരിയാവൂല. കയറി വരും. ഇപ്പൊ ചൂട് മാസത്തിലേക്കാ വരുന്നത്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രിയിൽ പ്രത്യേക പ്രാർത്ഥനയോ ദിക്റോ ദുആയോ തസ്ബീഹ് നിസ്കാരോ അങ്ങനെ ഒന്നുമില്ല. ഇന്നത്തെ രാത്രി ചെയ്യാനുള്ള ഏറ്റവും നല്ല ഇബാദത്ത് 10 മണി കഴിഞ്ഞാൽ ബിസ്മിക റബ്ബി വളഅതു ജംബി അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹിയ, ഒരൊറ്റ ബ്ലാങ്കറ്റ് അങ്ങോട്ട് മൂടി ഒരൊറ്റ ഉറക്കം. അല്ലാതെ വേറെ ഒന്നും ഈ രാത്രി ഇബാദത്തില്ല. അതാ നമ്മളെ ചെയ്യേണ്ടത്. ഭർത്താവ് വിരിപ്പിലുണ്ടോന്ന് നോക്കേണ്ടത് ഭാര്യയുടെ ജോലിയാണ്. മോൻ അടുത്തുണ്ടോന്ന് ഉമ്മയുടെ ജോലിയാണ് നോക്കേണ്ടത്. ഇത് നിങ്ങൾ നോക്കണം. സ്ത്രീകളുടെ ജോലി അതാണ്. അടുത്ത് കിടപ്പുണ്ടോ നോക്കിയോളണം. അത് നിങ്ങൾ നോക്കണം. അല്ല നിങ്ങളും കൂടെ ഇറങ്ങി ഓടരുത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാനല്ല നിങ്ങൾക്ക് അന്ത്യപ്രവാചകനായി വന്നതെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള ആള് അത് ഉമറായിരുന്നു എന്ന് ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു തആല അൻഹു ചില്ലറക്കാരനല്ല. വിശാലമായി നീട്ടിപ്പരത്തി പറയാൻ നമുക്ക് സമയമില്ല. ഞാൻ പറയുന്നു, ഉമർ റളിയല്ലാഹു തആല അൻഹു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ധൈര്യം. 2 ഉദാഹരണം ഞാൻ പറയാം. ഒന്ന് ഞാൻ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ ആവട്ടെ. ഒരെണ്ണം ഞാൻ പറയാം. നിങ്ങൾ നോക്ക്, മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാറുൽ അർഖം എന്ന് പറയുന്ന അർഖം തങ്ങളുടെ വീട്ടിൽ രഹസ്യമായി ഇബാദത്ത് എടുത്ത് രഹസ്യമായി പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉംറയ്ക്ക് പോകുമ്പോ ഉസ്താദിനോട് ചോദിക്കണം, ഈ അർഖം തങ്ങളുടെ വീട് എവിടാന്ന് പറഞ്ഞു തരും. സഫ മലയിൽ നിന്ന് മർവ മലയിലേക്ക് പോകുമ്പോ ഈ സഫ മലയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് വലത് സൈഡിൽ അവിടെയാണ് അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ആ വീട്ടിൽ നബിതങ്ങൾ വളരെ രഹസ്യമായി ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരും അറിയരുത്, ആരും അറിയാൻ പാടില്ല. വളരെ രഹസ്യമായി, ശത്രുക്കളുടെ പീഡനം സഹിക്കാൻ കഴിയാതെ വളരെ രഹസ്യമായി ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഉമർ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നു. മുസ്ലിമായതിനു ശേഷമാണ് ചെന്നിട്ട് ചോദിച്ചു, നബിയേ, നിങ്ങൾ പറയുന്നത് സത്യമല്ലേ? നിങ്ങൾ പറയുന്നത് ഹഖല്ലേ? നിങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രമേ സുജൂദ് ചെയ്യാവൂ എന്ന് മനുഷ്യനിർമ്മിതമായ മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിനാ വിഗ്രഹങ്ങളുടെ മുമ്പിൽ, ലാത്തയുടെ, ഉസ്സയുടെ, മനാത്തയുടെ, യഊഖിന്റെ, യഊസിന്റെ, നസ്റിന്റെ മുമ്പിൽ ചെന്ന് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ പാടില്ല. പറയാൻ നമുക്കുള്ളത് പടച്ചവന് മാത്രമാണ്. ഈ പറയുന്നത്
തൗഹീദാണ്, അല്ലാഹുവാണ്. ആ പടച്ച തമ്പുരാനെ പറ്റി പറയുന്നത് സത്യമല്ല നബിയേ? അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന പരിശുദ്ധമായ ഇസ്ലാം, ഞങ്ങൾ വിശ്വസിച്ച ഇസ്ലാം, അല്ലാഹുവിന്റെ ദൂതരെ ഹക്കാണോ അല്ലയോ നിങ്ങൾ അത് പറ. ഉമറേ, നീ എന്തായി ചോദിക്കുന്നത്? ഹക്കാണ് ഉമറേ. പിന്നെ എന്തിനാ നബിയെ രഹസ്യമായി പ്രബോധനം ചെയ്യുന്നത്? പരസ്യമാക്കി കൂടെ അത്? ഉമറേ, നിനക്കറിയില്ലേ പീഡനങ്ങൾ ഒരുപാടാണ്. അബൂജഹലിന്റെ, അബൂലഹബിന്റെ, അബൂസുഫിയാന്റെ, ഉത്ബത്തിന്റെ, സൈബത്തിന്റെ ഭീകരമായ താണ്ഡവം കൊണ്ട് സഹാബത്ത് പൊറുതിമുട്ടുമ്പോ രഹസ്യമായി ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നബി തങ്ങളുടെ കൈപിടിച്ചിട്ട് ഉമർ റളിയല്ലാഹു തആല കഅബാലയത്തിലേക്ക് മാർച്ച് ചെയ്യുകയാ. തൊട്ടടുത്താണല്ലോ കരിമ്പടം പുരച്ച കറുത്ത സുന്ദരിയായ കഅബാലയമുള്ളത്. ഓ കഅബാലയത്തിന്റെ മുന്നിലേക്ക് കടന്നുപോയി ഖത്താബിന്റെ മകൻ ഉമർ തങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ വിരലുകളെ ചേർത്തു പിടിച്ച്, ആരടാ എന്റെ റസൂലുള്ളാഹിനെ നോക്കുന്നത്? ആരടാ എന്റെ ഹബീബിന്റെ ദഅവത്തിനെ തടയുന്നത്? ആരടാ എന്റെ മുത്തിനെ പറ്റിയിട്ട് മോശം പറയുന്നത്? ഏകനായ സർവശക്തനായ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുമ്പോ ലാത്തയുടെ മക്കളെ, ഉസ്സയുടെ മക്കളെ, മനാത്തയുടെ മക്കളെ, ധൈര്യമുണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് അറക്കം തങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് കഅബാലയത്തിന്റെ നാലുഭാഗത്ത് അവിടെ ഇരുന്ന് സറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന, തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കയിലെ ഫാസിസ്റ്റുകളുടെ മുന്നിൽ, മക്കയുടെ മുശ്രിക്കുകളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്ന ഇസ്ലാമിനെ പരസ്യപ്പെടുത്താൻ ആദ്യമായി രംഗത്ത് വന്ന മഹാനായ ഉമർ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ലൗലം മുബഅസ് ഫീകും ലബുഇസ ഫീകും ഉമർ. ഞാൻ നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ അന്ത്യദൂതനാരാ? അത് ഉമറാണ്, ഉമറാണ്, ഉമറാണെന്ന് റസൂലുള്ള പറഞ്ഞത്. ഒരു കാര്യം കൂടി പറയാ, ഇത് തന്റെ ഇടത്തിന്റെ പ്രതീകമാണ്, ഇത് ആണത്വത്തിന്റെ പ്രതീകമാണ്, ഇത് ചങ്കൂറ്റത്തിന്റെ പ്രതീകമാണ്. എന്നാൽ ഒന്നുകൂടി കേട്ടോ, പരിശുദ്ധമായ ഹിജ്റയുടെ കാലം വന്നു. അള്ളാന്റെ ഹബീബിന് 53-ാമത്തെ വയസ്സിലാണ് കൊടിയ പീഡനങ്ങൾ, മർദ്ദനങ്ങൾ സഹിക്കാൻ കഴിയാതെ സഹാബാക്കളെ പലരും അവിടെ നിന്ന് നാട് വിടുകയാ. മദീനയിലേക്ക് പലായനം ചെയ്തു പോകുമ്പോ ആ കൂട്ടത്തിൽ എല്ലാവരും ഒളിച്ചാണ് പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പോയതെങ്ങനാണ്? ആരും കണ്ടില്ല. കിടക്കുന്ന വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിട്ട് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്സൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന് പറഞ്ഞ് ഒരു പിടി മണ്ണ് വാരി ശത്രുക്കളുടെ നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മദീനത്തേക്ക് പോകുമ്പോ സിദ്ദീഖ് തങ്ങളെ സന്തത സഹചാരിയായ നിഴലായി കൂടെ ഉണ്ട്. അങ്ങനെ അള്ളാന്റെ ഹബീബും അബൂബക്കർ തങ്ങളും ഒളിച്ചാണ് പോകുന്നത്. പലരും ഒളിച്ചുപോയി, പലരും ഒളിച്ചും പാത്തും പൊതുങ്ങിയും അതാ മദീനയിലേക്ക് പോകുമ്പോ ഒരു ദിവസം അതാ പാറപ്പുറത്ത് കയറി നിൽക്കുകയാണ്. ആരാ? നമ്മുടെ കഥാപുരുഷന് ഫാറൂഖിന്റെ ഉദിപനായ, ഫാറൂഖിന്റെ ഉടമയായ, സത്യാസത്യ വിവേചനത്തിന്റെ കാരണക്കാരനായ മഹാനായ ഉമർ തങ്ങൾ വലിയ ഒരു പാറപ്പുറത്ത് കയറി നിൽക്കുകയാ. എന്നിട്ട് വിളിച്ചു പറയുന്നു, ഏ ഖുറൈശികളെ, ഏ മക്കക്കാരെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോടോ എന്നെ തടയാ? ആരുടെയെങ്കിലും ഭാര്യമാരെ വിധവയാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആരുടെയും മക്കളെ അനാഥരാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വാടാ മക്കയുടെ ബൗണ്ടറിയിൽ നിന്ന് തടയടാ. ഞാൻ എന്റെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോവുകയാണ്, ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, തന്റെ ഇടമുള്ളവനെ തടുക്കടാ, വാടാ എന്ന് പരസ്യമായി വെല്ലുവിളിച്ച് ആളുകളുടെ മുമ്പിൽ പട്ടാപ്പകല് പരസ്യമായിട്ട് മദീനയിലേക്ക് പലായനം ചെയ്ത ആളിന്റെ പേരേതാ? ഖലീഫ ഉമറുൽ ഫാറൂഖ്. തന്റെ ഇടത്തിന്റെ പ്രതീകം, തന്റെ ഇടത്തിന്റെ പര്യായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ മഹാനായ ഉമർ തങ്ങളെ പറ്റിയിട്ട് നമ്മൾ എത്ര പറഞ്ഞാലും, നമുക്ക് വാചാലമായാലും, നമുക്ക് പറഞ്ഞാലും തീരില്ല. അത്രയും മഹത്വത്തിന്റെ ഉടമയാണ്. നമുക്ക് നാളെ ഒന്ന് കാണണ്ടേ? നാളെ നമുക്കൊന്ന് കാണണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. വേറെ ആരുടെ പേര് കേൾക്കുമ്പോഴും റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലെങ്കിലും ഉമർ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയണം, ആള് മോശക്കാരനല്ല, വലിയ തന്റേടിയാണ്. ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് മുമ്പ് നിർത്തിയിരിക്കാൻ. ആ സമയത്ത് ചോദിച്ചു, നബിതങ്ങൾ ചോദിച്ചു, യുദ്ധ തടവുകാരെ പിടിച്ചു കൊണ്ടുവന്ന്
മദീനയുടെ ഔട്ട് ഹൗസിൽ കെട്ടിയിട്ടിരിക്കാൻ, കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ ബന്ധിച്ചിരിക്കാൻ, അവരെ അന്നത്തെ ബന്ധനസ്ഥനാക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണോ അങ്ങനെ, കടവ് പുള്ളികളാണല്ലോ. മദീനയുടെ ഔട്ട് ഹൗസിൽ കൊണ്ടുവന്ന് അവരെ ഇങ്ങനെ അവിടെ നിർത്തിയിരിക്കുന്നു. ആ സമയത്ത് 2-3 ദിവസം കഴിഞ്ഞു. സഹാബാക്കളെ എല്ലാരെയും വിളിച്ചിട്ട് നബി തങ്ങൾ ചോദിച്ചു, എന്ത് ചെയ്യാം ഇവരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോക്കറ്റുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട്, ഫിദിയ വാങ്ങിയിട്ട്, മോചനദ്രവ്യം വാങ്ങിയിട്ട് തിരിച്ചു വിട്ടേക്കാം, പോട്ടെ, പാവങ്ങളല്ലേ. ചിലര് പറഞ്ഞു, അല്ല, നമുക്ക് കുറച്ച് പണിയെടുപ്പിക്കാം. അങ്ങനെ പല അഭിപ്രായങ്ങൾ വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഏറ്റവും ഒടുവിലെ ചോദിക്കുക. കാരണം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മറുപടി അങ്ങനത്തെ മറുപടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വെട്ടൊന്ന് കഷ്ണം 2 വർഗീയത വളർത്തുന്നതല്ല. സത്യം ഏതാണെന്ന് കണ്ടാൽ അതാരുടെ ഭാഗത്താണെങ്കിലും അത് കൂടെ ഉണ്ടാവും. എത്ര ചരിത്രങ്ങളാ. മുസ്ലിം അല്ലാത്ത ഒരാളിന്റെ ഭാഗത്ത് സത്യമാണെന്ന് കണ്ടപ്പോൾ അമുസ്ലിമായ ഒരാളിന്റെ ഭാഗത്ത് സത്യമാണ്, മുസ്ലിമായ ഒരാളിന്റെ ഭാഗത്താണ് സത്യത്തിന് വിരുദ്ധമായതെന്ന് കണ്ടപ്പോൾ ആ അമുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു. കാരണം അൽ ഹഖ്ഖു മഅ ഉമർ ഹൈസു ഖാൻ, എവിടെയാണെങ്കിലും ഉമർ സത്യത്തോടൊപ്പം മാത്രമാണ്. മുസ്ലിമാണെന്നുള്ളതല്ല വിഷയം, ഹഖല്ലയോ അതിന് ആരാണെങ്കിലും. അങ്ങനെ ഉമർ തങ്ങടുത്തെത്തിയപ്പോ ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം, ഇവരെന്തു വേണം? അവൻ പലരും പറഞ്ഞു, നമുക്ക് അവരെ ഒന്ന് വല്ലത് വാങ്ങിവിടാം. ചിലര് പറഞ്ഞു പണിയെടുപ്പിക്കാം. ചിലര് പറഞ്ഞു എന്നാ പാവങ്ങളല്ലേ പൊക്കോട്ടെ. അവൻ പറഞ്ഞു വേണ്ട, അവിടെ കിടക്കട്ടെ. ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞു. ഉമർ തങ്ങൾ പറഞ്ഞു, എന്റെ അഭിപ്രായം ഒന്നേ ഉള്ളൂ, ഒരുത്തന്റെ കയ്യിൽ വാള് കൊടുക്കുക, അവൻ അടുത്തിരിക്കുന്നവനെ കൊല്ലണം. എന്നിട്ട് അവന്റെ വാള് വാങ്ങുക, മറ്റോന്റെ കൊടുത്തിട്ട് അവനെ കൊല്ലിപ്പിക്കുക. അവനെ വേറൊരുത്തൻ കൊല്ലട്ടെ, അവനെ വേറൊരുത്തൻ കൊല്ലട്ടെ. അങ്ങനെ കൊന്നു വരുമ്പോ അവസാനം ഒരാള് ബാക്കിയാവും. അവനെ ഞാൻ കൊന്നോളാം. ഇതാണ് ഉമർ തങ്ങൾ. അതുകൊണ്ട് വേറെ ആരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലിയില്ലെങ്കിലും ഉമർ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലിക്കോളണം. നാളെ നമ്മോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പറയാൻ പറ്റൂല. അത് അവരോട് ചോദിച്ചു വാങ്ങുന്ന തറളിയത്തല്ല. എങ്കിലും ഞാൻ പറയാണ്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കർക്കശ സ്വഭാവക്കാരനാ. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നാളെ നമുക്ക് കണ്ടുമുട്ടണം. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സഹാബത്തിനോട് ചോദിക്കും, ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടോ? അപ്പൊ കണ്ടവര് കണ്ടത് പറയും. നബി തങ്ങൾ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചോദിച്ചു, ആരെങ്കിലും ഇന്നലെ സ്വപ്നം കണ്ടോ? അപ്പൊ കണ്ടവര് പറഞ്ഞു, കാണാത്തവര് പറഞ്ഞില്ല. അക്കൂട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ നബിയെ നിങ്ങൾ കണ്ടത്? എനിക്ക് വല്ലാത്ത ദാഹം. ഈ ദാഹം വല്ലാതെ എന്നെ പിടിച്ച് ഒലച്ചു. എനിക്ക് വല്ലാത്ത ദാഹം വന്നപ്പോ എനിക്ക് അള്ളാഹു ഒരു ഗ്ലാസ് പാല് തന്നു. ആ പാല് ഞാൻ കുടിച്ച് എന്റെ വയറ് നിറഞ്ഞു. പാല് തീരുന്നില്ല. എന്റെ വയറ് നിറഞ്ഞു എന്ന് മാത്രമല്ല, ആ വയറ് നിറഞ്ഞിട്ട് എന്റെ വിരലുകളിലൂടെ പാൽ ഒഴുകാൻ തുടങ്ങി. അത്രയും എനിക്ക് മതിയായി. ബാക്കി കുറച്ച് പാല് എന്റെ കയ്യിലിരിക്കുന്നു. ഞാൻ അത് നേരെ എന്റെ ഉമറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കുടിച്ചോളാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഉമർ കുടിച്ചു വാങ്ങി. ഇത് ഞാൻ ഇന്നലെ കണ്ട സ്വപ്നമാണെന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു, നബിയെ ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? അപ്പൊ സഹാബാക്കളുടെ നബി തങ്ങൾ പറഞ്ഞു, അൽ ഇൽമു, അത് ഇൽമാണ് ഇതിന്റെ വ്യാഖ്യാനം. അള്ളാഹു എനിക്ക് തന്ന ആ പാല് എന്ന് പറയുന്നത് വിജ്ഞാനമാണ്. അത് ഞാൻ കുടിച്ചതിന്റെ ബാക്കി കൊടുത്തത് ഉമറിനാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു വിജ്ഞാനത്തിൽ ഏറ്റവും മുമ്പന്തിയിലാവൂലേ? ഇനി മറ്റൊരു ദിവസം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാരെങ്കിലും സ്വപ്നം കണ്ടോ? കണ്ടു. എന്താ കണ്ടത്? കണ്ടത് പറഞ്ഞു. ചിലര് പറഞ്ഞു കണ്ടില്ല. എന്നാ ഞാൻ കണ്ടു സഹാബ. എന്താ നബിയെ നിങ്ങൾ കണ്ടത്? ഞാൻ ജനങ്ങളെ മുഴുവനും എന്റെ മുമ്പിൽ അള്ളാഹു ഹാജരാക്കുന്നതായി കണ്ടു. അവർക്ക് ഓരോ കമീസുകൾ കൊടുത്തിട്ടുണ്ട്. ചിലരുടെ കഴുത്തറ്റം വരെ ഉള്ളൂ, ചിലരുടെ വയറ് വരെ ഉള്ളൂ, ചിലരുടെ അര വരെ ഉള്ളൂ. ഇങ്ങനെ ഞാൻ ഓരോരുത്തരുടെയും കമീസ് കണ്ടു. നോക്കുമ്പോ എന്റെ ഉമർ നടന്നു പോകുന്നു. ആ ഉമറിന്റെ കമീസ് നിലത്ത് കിടന്ന് ഇഴഞ്ഞിഴഞ്ഞു പോവുകയാണ്.
എന്താ നബിയെ ഇതിന്റെ വ്യാഖ്യാനം? അദ്ദീനു, അത് ദീനാണ്. ചിലർക്ക് കഴുത്തറ്റം വരെയുള്ള ദീനേ ഉള്ളൂ, ചിലർക്ക് നെഞ്ച് വരെയുള്ള ദീനേ ഉള്ളൂ, ചിലർക്ക് വയറ് വരെയുള്ള ദീനേ ഉള്ളൂ, ചിലർക്ക് കാലിന്റെ മുട്ട് വരെയുള്ള ദീനേ ഉള്ളൂ. എന്നാ എന്റെ ഉമറിന്റെ ദീൻ ഉമറിനെ വിഴുങ്ങി ഉമർ നടക്കുമ്പോ വലിച്ചഴച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഉമർ ദീനിന്റെ വിഷയത്തിൽ മുമ്പന്തിയിലാണ്. അപ്പൊ ഈ സ്വപ്നം അള്ളാഹു കാണിച്ചു കൊടുത്ത് ദീനിന്റെ വിഷയത്തിലും ഇൽമിന്റെ വിഷയത്തിലും മുൻപന്തിയിലായ ഉമർ റളിയല്ലാഹു തആല അൻഹു. ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു കാരണം വിശുദ്ധ ഖുർആൻ എത്രയോ അവതരിപ്പിക്കപ്പെട്ടു. ഖുർആന്റെ ആയത്തുകൾ നിരവധി അവതരിപ്പിക്കപ്പെട്ടു. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി പ്രാധാന്യമർഹിക്കുന്ന ഒരൊറ്റ ആയത്ത് മാത്രം ഞാൻ പറയുന്നുള്ളൂ.